തച്ചനാട്ടുകര മുറിയൻകണ്ണി ചാമപ്പറമ്പ് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് നടത്തിയ സമരത്തിന് ഫലം കണ്ടു. കേടുവന്ന മോട്ടോറും മറ്റ് അനുബന്ധ വസ്തുക്കളും വാട്ടർ അതോറിറ്റി മാറ്റി സ്ഥാപിച്ചു. 200ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിച്ച കുടിവെള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത്. വേനൽക്കാലമായാൽ ചാമപ്പറമ്പ്, നറുക്കോട് എന്നീ ഭാഗങ്ങളിൽ കുടിവെള്ളം കിട്ടാക്കനിയായിരുന്നു. മുറിയൻകണ്ണിപ്പുഴ കേന്ദ്രീകരിച്ച പ്രദേശങ്ങളിലേക്ക് കുടിവെള്ള പദ്ധതി ഉണ്ടെങ്കിലും പൈപ്പ് വഴി വെള്ളം വരാറില്ല. വർഷങ്ങളായി പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ദുരിതം കണ്ടാണ് യൂത്ത് ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി വിഷയത്തിൽ ഇടപെട്ടതെന്ന് പ്രസിഡന്റ് റാഫി കുണ്ടൂർക്കുന്ന് പറഞ്ഞു. വിഷയം ആദ്യം വാട്ടർ അതോറിറ്റിയെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ തുടർന്ന് മണ്ണാർക്കാട് വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് യൂത്ത് ലീഗ് ഉപരോധിച്ചു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം മുറിയൻകണ്ണിപ്പുഴയിലെ മോട്ടോറും അനുബന്ധ ഉപകരണങ്ങളും മാറ്റിസ്ഥാപിച്ച് കുടിവെള്ള വിതരണം ആരംഭിച്ചത്. ആ ഒരു സമരത്തിന്റെ ഭാഗമായി അന്ന് ഷൊർണൂരിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് സാർ നമ്മളെ ഫോണിൽ വിളിച്ച് അറിയിച്ചത്, ആ സമരം നടന്ന ദിവസം 13-ാം തീയതി തന്നെ ഇതിനുള്ള പ്രപ്പോസൽ മുകളിലേക്ക് അയക്കുകയും ഏതാനും ആഴ്ചകൾക്കുള്ള ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കുകയും ഈ ഒരു പുതിയ മോട്ടോർ സ്ഥാപിക്കുകയും ചെയ്യാമെന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ അന്ന് ആ ഒരു സമരം അവസാനിപ്പിച്ചത്. അതിനുശേഷം ഞങ്ങളും അതുപോലെ തന്നെ മെമ്പർമാർ, അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് റുക്സിനി സെയ്ദ്, അതുപോലെ തന്നെ ഞങ്ങളെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഫീഖ പാറക്കോട്ട് ഉൾപ്പെടെയുള്ള ആളുകളെ യൂത്ത് ലീഗ് ബന്ധപ്പെടുകയും അവർ ഈ ഷൊർണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും അതുപോലെ തന്നെ കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നിരന്തരം വിളിക്കുകയും ഇതുമായി ബന്ധപ്പെടുകയുണ്ടായി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും അവസാനം ഒരു 4 ദിവസം മുമ്പ് ഷൊർണൂരിൽ നിന്ന് യൂത്ത് ലീഗിനെ ഔദ്യോഗികമായിട്ട് വിളിച്ചിരുന്നു. ഈ ഞായറാഴ്ചക്കുള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആക്കും, പുതിയ മോട്ടോർ സ്ഥാപിക്കുമെന്ന്. ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ട് അത് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. 200ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചിരുന്നത് വലിയ ദുരിതമായിരുന്നെന്ന് സെക്രട്ടറി ഉന്നയിസ് ചത്തല്ലൂർ പറഞ്ഞു. നറുക്കോട് ചാമപ്പറമ്പ് ഭാഗത്തേക്ക് ഉള്ള കണക്ഷനിൽ 200ഓളം കുടുംബങ്ങളാണ് ഇതിൻ്റെ ഉപഭോക്താവായിട്ടുള്ളത്. നിലവിൽ ഇത്രയും കാലം കരിങ്കല്ലത്താണി പൂവത്താണി ഭാഗത്തേക്ക് പോകുന്ന പ്രഷർ പമ്പ് ലോഡായതിനു ശേഷം താൽക്കാലികമായിട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചുവിട്ടിട്ടാണ് ഈ പ്രശ്നം പരിഹരിച്ചിരുന്നത്. ഈ പുതിയൊരു മോട്ടോർ വന്നതോടുകൂടെ ഈ പ്രശ്നത്തിന് പരിഹാരമായി എന്നാണ് മനസ്സിലാക്കുന്നത്. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായ സന്തോഷത്തിലാണ് പ്രദേശത്തിലുള്ളവർ. വെള്ളത്തിന് 4-5 വർഷമായിട്ട് ഈ വേനൽക്ക് ഞങ്ങൾക്കൊരു തുള്ളി കിട്ടില്ല. എപ്പോഴെങ്കിലും ഓരോ ചകർച്ച കിട്ടില്ല. പക്ഷെ ഇന്നലൊക്കെ നിങ്ങട്ട് അത് ഇഷ്ടമാതിരി കിട്ടുന്നു. കിണറും കാര്യങ്ങളൊന്നുമില്ല ഈ പ്രദേശത്ത്. കിണർ ഈ ഭാഗത്ത് കൂടി ഉണ്ട്, പക്ഷെ വെള്ളത്തിന് നല്ല ക്ഷാമത്തെ. ഈ മോട്ടർ കത്തിയ ഒന്നും കിട്ടിയിട്ട് വേനൽക്ക് ഇങ്ങോട്ട് വരവില്ല. ഇന്നലൊക്കെ നിങ്ങട്ട് എത്ര വേണമെങ്കിലും ഉണ്ട്, വെള്ളം ഇഷ്ടമാണ്. എല്ലാ വീടുകളിലേക്കും ദിവസവും രാവിലെ 3 മണിക്കൂർ ഇപ്പോൾ തുടർച്ചയായി വെള്ളമെത്തുന്നുണ്ട്. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.